നല്ല മഴയാണ്, നല്ല കാറ്റും മഴ, ഇടിയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഒരു കാര്യം പറയാം, കർമ്മയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് മുമ്പ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് 4-5 വർഷം കഴിഞ്ഞിട്ടാണ്. നിലവിൽ അങ്ങനെയല്ല. ഇന്നൊരു തെറ്റ് ചെയ്താൽ നമ്മളെ ഒരു 10 ദിവസത്തിനുള്ളിലെ ദൈവം ശിക്ഷിക്കും. അതായത് പറഞ്ഞു വരുന്നത്, പൊന്നുമനുഷ്യന്മാരെ, വിഷയത്തിലേക്കൊക്കെ കടക്കാം. ഒരു കാര്യം പറയുകയാണ്. അന്ന് CPM ഭരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്ത് കോൺഗ്രസിന്റെ ചില ചുണക്കുട്ടികളെ പിണറായി വിജയന്റെ പോലീസ് തല്ലുന്നത് നിങ്ങൾ കണ്ടതാണ്. എന്നാൽ ആ പോലീസുകാർക്ക് എല്ലാവർക്കും 8ന്റെ പണി കിട്ടാൻ പോവുകയാണ്. ആ പോലീസുകാരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറായിട്ടുണ്ട്. ആ പോലീസുകാരുടെ തൊപ്പി തെറുക്കാൻ പോകുന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ, എന്തായാലും നിർബന്ധമായും കാണണം. അത് ഞാൻ വീഡിയോയിൽ വെച്ച് തരാം. അതിനു മുമ്പ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അതായത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ചില കമ്മ്യൂണിസ്റ്റുകൾ, എനിക്ക് പേഴ്സണലി പാർട്ടി ഒന്നുമില്ല, നമ്മൾ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യണം. അതായത് ചില LDF പ്രവർത്തകരും BJP പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെ കളിയാക്കുകയാണ്. അവർ പറയുന്നത് മുഖ്യമന്ത്രി എന്ന് വരും എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുകയാണ്. ആര്? KCRC VD എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം പറയാൻ, പൊന്നു മനുഷ്യന്മാരെ, 10 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സെലക്ട് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ അത് ആലോചിക്കണം. അതായത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിനെ പോലെ, UP പോലെ, ഗുജറാത്തിനെ പോലെ ഈ പറയുന്ന പശുവിൻ്റെ ചാണകം തിന്നുന്ന, മൂത്രം കുടിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണ്. ആലോചിക്കാതെ തീരുമാനമെടുത്താൽ 8ന്റെ പണി കിട്ടും. ഇതാണ് മലയാളികൾ. ഇവിടെ 1 കോടി ചെലവഴിച്ചിട്ട്, 10 കോടി ചെലവഴിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയാൽ അത് കൊള്ളത്തില്ലെങ്കിൽ അതിൽ അഭിനയിച്ചത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ആരും കാണത്തില്ല. നേരെ മറിച്ചിട്ട് 5 ലക്ഷം കൊണ്ടൊരു സിനിമ അഭിനയിച്ചു, അതിൽ ഞാൻ അഭിനയിക്കുന്ന നായകനാണെങ്കിലും ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ കാണാൻ ആളുണ്ടാവും. അതാണ് മലയാളികൾ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കളിയാക്കണ്ട. ഇത്തിരി വൈകിട്ടാണെങ്കിലും, ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തോടെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനവും. ആര് മുഖ്യമന്ത്രി ആയാലും, VD സതീശനായാലും, രമേശ് ചെന്നിത്തല ആയാലും, KC വേണുഗോപാലായാലും, നമ്മളെല്ലാവരും അദ്ദേഹത്തെ ആരാവുന്ന അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിക്കണം. ഓക്കെ, അതായത് ചില കമ്മ്യൂണിസ്റ്റുകൾ, CPMകാരിപ്പോ പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആവണ്ട എന്നാണ്. അതിന്റെ കാരണം അവർ പേടിച്ച് വിറക്കുകയാണ്. VD സതീശനെങ്ങാനും മുഖ്യമന്ത്രി ആയാൽ തുടർച്ചയായിട്ട് 10 വർഷം കേരളം കോൺഗ്രസ് ഭരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുന്നതാണ്. പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ച് പറയുകയാണ് VD സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന്. അതായത് നല്ല രീതിക്ക് ചർച്ച നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ഡബിൾ ഗെയിം നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. KC വേണുഗോപാൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അതുകൊണ്ട് പറയുന്ന KC എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധി കേൾക്കുന്ന ഒരു മട്ടാണ്. പക്ഷേ എന്ത് വന്നാലും ആലോചിച്ചിട്ട് നല്ലൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിലാർക്കും കുരുപട്ടണ്ട. മുസ്ലിം ലീഗുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാവുന്നത്. അതായത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഏറ്റവും നല്ലൊരു ഘടകകക്ഷി. ഇപ്പോൾ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ കാണുമ്പോഴും, അല്ലെങ്കിൽ AK അഷ്റഫിനെ കാണുമ്പോഴും, സിഹാബ് തങ്ങളെ കാണുമ്പോഴും കളിയാക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് കൊടുത്ത ആ പാർട്ടി എന്തായി? നിങ്ങൾ സപ്പോർട്ട് കൊടുത്ത് വലുതാക്കിയ കോൺഗ്രസ് എവിടെ? അങ്ങനെ മുസ്ലിം ലീഗിനോട് ചോദിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം, ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നേ. സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ KC ആണെങ്കിൽ KC, RC ആണെങ്കിൽ RC, VD സതീശൻ ആണെങ്കിൽ VD സതീശൻ. എതിർപ്പുണ്ടാവും, 2-3 ദിവസം ചർച്ചയാവും, പിന്നെ ജനങ്ങൾ മറക്കും. ഇത് നിങ്ങൾ വൈകിപ്പിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ബാക്കി പിന്നീട് എന്ത് വരുന്നിട്ട് വെച്ച് കാണാം. അല്ലാതെ എല്ലാ ദിവസവും ചർച്ച ചെയ്താൽ വൃത്തികെട്ട മാധ്യമങ്ങൾ അതിനെ വേറെ രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. ഓക്കെ, അരുൺകുമാറിനും 8ന്റെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് കടക്കാം. അതായത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ പോലീസുകാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഈ ഒരു വാർത്തയുടെ ക്ലിപ്പ് കേൾക്കണം. അതിനുശേഷം റിപ്പോർട്ടറിന്റെ അരുൺകുമാറിനും ചെറിയൊരു പണി വരാണ്ട്, അതെന്തെന്ന് ഞാൻ പറയാം. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതായത് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നവകേരള സദസ്സിനിടയിലെ രക്ഷാപ്രവർത്തകർക്ക് പണി വരുന്നുണ്ടിട്ടാ. കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്ന അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ് എന്നിവർക്കാണ് കുരുക്ക് മുറുകുന്നത്. തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയുക്ത MLA AD തോമസ് പരാതി നൽകും. പുതിയ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനാണ് തോമസിന്റെ നീക്കം. പരാതി കിട്ടിയാലുടൻ സസ്പെൻഷൻ ഉണ്ടായേക്കുമെന്നറിയുന്നു. ഇരുവരെയും മാറ്റി നിർത്തി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിലെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടെന്നും തീരുമാനമുണ്ട്. ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. ഹരി,
ഒരിക്കൽ തീരുമാനിച്ചതാണ്, അന്വേഷിച്ചതാണ്, ക്ലീൻ ചിറ്റ് കൊടുത്തതാണ്. പക്ഷേ ക്ലീൻ ചിറ്റ് എടുത്ത് തോട്ടിലെറിഞ്ഞ് പുതിയൊരു അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? എ.ഡി. തോമസ് പരാതി നൽകാനുള്ള നീക്കമുണ്ടെന്ന് കേട്ടു. അങ്ങനെ ചില നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിലും നടക്കുന്നു എന്നറിയുന്നു ഹരിമോഹൻ. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഞങ്ങളൊന്നും മറക്കില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര മറക്കില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ മറക്കില്ല, എല്ലാ വകുപ്പുകളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടം എന്നോണം സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി ആരായാലും അധികാരം ഏറ്റെടുത്ത് തൊട്ടു പിന്നാലെ തന്നെ നിയുക്ത MLA ആയിട്ടുള്ള എ.ഡി. തോമസ് ഒരു പരാതി നൽകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, 8ന്റെ പണി ദൈവമാണ് കൊടുക്കുന്നത്. അതായത് ഇവറ്റകൾ വിചാരിച്ചത് കാലാകാലം ഇവിടെ പിണറായി വിജയനാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ LDF സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിൽ ചെയ്യാമെന്നാണ് CPM-ന്റെ പോലീസ് വിചാരിച്ചത്. എന്നാൽ ഇവറ്റകൾക്ക് ഇത് തന്നെ വേണം, 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, അതായത് ഒരൊറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രി ആരായാലും, ചിലപ്പോൾ KC മുഖ്യമന്ത്രി ആയാലും ചിലർക്ക് എതിർപ്പുണ്ടാവും, രമേശ് ചെന്നിത്തല ആയാലും എതിർപ്പുണ്ടാവും, V.D. സതീശനായാലും എതിർപ്പുണ്ടാവും, ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച. അതിനുശേഷം എല്ലാവരും ഒന്നാവും. ഓക്കെ, അത് കണ്ട് നിങ്ങൾ ആരും കളിയാക്കണ്ട. കുറെ കോൺഗ്രസ്സുകാർ കരഞ്ഞുകൊണ്ട് ചില കമന്റ് ഇടുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാര്, നരേന്ദ്രമോദി ഈ പറയുന്ന കേരളത്തെ കളിയാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് അതായത് കേരളവാള ബഹുത് ഖറാബ്, അതായത് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ മലയാളികൾക്ക് എന്താ ഇത്ര പാട്, രാഹുൽ ഗാന്ധി ഒക്കെ വിമർശിച്ചിട്ടാണ് നരേന്ദ്രമോദി വന്നത്. മോദിയോട് ഒരു കാര്യം പറയുകയാണ്, പ്രിയ മോദി സർക്കാരെ, ഡൽഹിയില് നിങ്ങളുടെ സ്വന്തം നാടായ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ 50 ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി വന്നത്. നിങ്ങളാണിപ്പോൾ കേരളത്തിൽ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഉറപ്പായിട്ടും നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി അതോടെ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നാണ് എല്ലാവരും കിട്ടുന്നത്. ഒരു നടുക്കുന്ന മറ്റൊരു അപ്ഡേറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ജയിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞു, എന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി ഒരു പ്രഖ്യാപനം അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. KSRTCയിൽ സൗജന്യ ബസ് നിരക്ക് സ്ത്രീകൾക്ക്. എന്നാൽ അതിൽ നിന്ന് ഓരോ മാസവും ഖജനാവിൽ നിന്ന് നഷ്ടം 60 കോടി മുതൽ 90 കോടി വരെയാണ്. അതായത് ഓരോ മാസവും ഖജനാവിൽ നിന്ന് 60 കോടി മുതൽ 90 കോടി വരെ KSRTC കൊടുക്കണം, ശമ്പളമായിട്ടും പെട്രോളായിട്ടും ഒക്കെ. അതായത് കുറേ പൈസ ഒന്നും വരത്തില്ല, അധികവും സ്ത്രീകളായിരിക്കും ഇനി കയറാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതി ആരും ചെറുതാക്കണ്ട, അത് നല്ലൊരു പദ്ധതിയാണ്. ഈ പറയുന്ന കേരള സർക്കാരിൻ്റെ ഈ പിണറായി വിജയനൊക്കെ ആ പൈസ ഭക്ഷിക്കുമ്പോൾ 90 കോടി ഓരോ മാസവും പാവങ്ങൾക്ക് വേണ്ടി V.D. സതീശൻ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സംഗതി തന്നെയാണ് പൊന്നുമനുഷ്യന്മാരൊക്കെ. അപ്പോൾ നടുക്കുന്ന മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ വിഷയം കുറച്ച് ചർച്ച ചെയ്യാനുണ്ട്. അതായത് ആരാണ് ഗണേഷ് കുമാർ? ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തെ കുറിച്ച് ഞാൻ ചെറിയ കാര്യം പറയാം. അവിടെ CPM-ന്റെ ആരിന്നാലും ജയിക്കുന്ന CPM കോട്ടയാണ് ഗണേശിന്റെ മണ്ഡലം. എന്നാൽ അദ്ദേഹം സ്വന്തം ഭാര്യയെ ചതിച്ചത് കൊണ്ട്, അദ്ദേഹം അവിഹിതനായതുകൊണ്ട്, അവിഹിതത്തിലേക്കൊക്കെ പോകുന്നത് കൊണ്ടും, അദ്ദേഹത്തെ അതായത് അഴിമതി നടത്തിയ പണ്ടാരമടങ്ങിയ ഒരു MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന് എന്തൊക്കെയാണ് അദ്ദേഹം കളിയാക്കിയത്, എന്നാൽ അദ്ദേഹത്തിന് മറുപടിയുമായിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, വിവരം വേണ്ടേ? വോട്ടുകളെ കുറിച്ച് പഠിക്കണ്ടേ? റിസൾട്ട് വിലയിരുത്തണ്ടേ? ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ചാത്തന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF-ന് വോട്ട് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 1% വോട്ട് ചാത്തന്നൂരിൽ UDF-ന് വർദ്ധിച്ചിട്ടുണ്ട്. BJP-ക്ക് 7% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ LDF-നാണ് 8% വോട്ടിൻ്റെ ഫോൾ ഉണ്ടായിട്ടുള്ളത്, അതായത് വീഴ്ച ഉണ്ടായിട്ടുള്ളത്, കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ CPM-ന്റെ 8% വോട്ട് BJP-ക്കും കോൺഗ്രസിനുമായി വീതം വെച്ച് പോവുകയായിരുന്നു ചാത്തന്നൂരിൽ. എന്നിരിക്കെ ചാത്തന്നൂരിൽ പകരം UDF അങ്ങോട്ട് വോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? കണക്ക് വേണ്ടേ? കണക്ക് വെച്ച് സംസാരിക്കണ്ടേ? ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കമ്മിക്കൂട്ടം വലിയ പ്രതിസന്ധിയിലാണ്. ഓക്കെ, ഞാനിവരെ ഇങ്ങനെ കളിയാക്കുന്നു. എനിക്ക് പേഴ്സണലി വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഇവറ്റകൾ വൈൻ ഡാൻസറാണ്. ഓക്കെ, അതായത് KC വേണുഗോപാലിന്റെ ഫ്ലക്സ് വെച്ചത് കമ്മികളാണ്. LDF പ്രവർത്തകരെന്ന് CCTV പുറത്തു വന്നതോടുകൂടി എനിക്ക് നല്ല ദേഷ്യമാണ് LDF പ്രവർത്തകരോട്. അങ്ങനെ പണി ആരും എടുക്കരുത്, തമ്മിൽ തല്ലിക്കരുത്. ഇപ്പൊ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയാത്തു, നീ ചെയ്യുന്നത് തെറ്റ്, വൃത്തികേട്, ഞാൻ തിരുത്തിക്കോളാം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ. അല്ലാതെ എന്നെ തമ്മിൽ തല്ലിക്കുന്നത് വേറൊരുത്തനോട് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയിപ്പിക്കുന്നത് തെറ്റല്ലേ? ഇവിടെ നോക്കൂ, V.D. സതീശന്റെ ഫ്ലക്സ് ജനങ്ങൾ V.D. സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിച്ച് ഫ്ലക്സ് വെക്കുമ്പോൾ കമ്മികൾക്ക് കുരുപൊട്ടുകയാണ്. അതായത് V.D. സതീശനെങ്ങാനും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് 8ന്റെ പണി കിട്ടും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാവും.
അതുകൊണ്ട് ഇവറ്റകൾ KC-യുടെ ഫ്ലക്സ് വെക്കുകയാണ്, KC മുഖ്യമന്ത്രി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.